അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 3-4 ദിവസമായി നമ്മളിങ്ങനെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കമൻറ്റ് വരൽ തുടങ്ങിയിരിക്കണം കേട്ടോ. നമ്മളെ പൊട്ടിയ ചട്ടിയും വക്കില്ലാത്ത ചെമ്പട്ടിയും ഒക്കെ കാണാനായിട്ട് വല്ലാത്തൊരു പൊറുതിയേടാണ് എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ സബ്സ്ക്രൈബറെ നമുക്ക് സങ്കടപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ഏതായാലും നമ്മൾ ചോറും കൂട്ടാനും തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഇന്ന് അങ്ങനെ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണ്. അപ്പം ഇന്ന് കടി എന്താണ്? ചപ്പാത്തിയാണ്. അപ്പം ചപ്പാത്തി അല്ല കേട്ടോ, നമ്മളെ ചപ്പാത്തി കൊണ്ട് ഞാൻ പൊറാട്ട ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോളിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടീന് കേട്ടോ. അപ്പോൾ നമ്മളൊന്നിങ്ങനെ നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഗോതമ്പ് പൊടി എടുത്തുക്കണം. അപ്പോൾ നമ്മളെ തട്ടുണ്ടല്ലോ ഇങ്ങനെ ചാടി കളിച്ച. അപ്പോൾ ഞാൻ എന്താട്ടി ഒരു തുണിയാണ് വിരിച്ച് കാണ്ട് അതിലാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ആ ചാടിക്കളിയാണ് നിന്നിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ തിളച്ച വെള്ളം പാർന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതാക്കണേ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാകത്തിന് വെള്ളം പാർന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്ത് ചൂടൊക്കെ കുറച്ചുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, കുഴക്കാൻ പറ്റുന്ന ചൂട് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ ഈ പൊറാട്ട ഉണ്ടാക്കുന്നത് നമ്മൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പം ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ എന്താ പാർന്നൊന്നും കാട്ടിയില്ല, നമ്മൾ ഈ ചൂടുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ ചപ്പാത്തി കൊണ്ട്. അപ്പോൾ ഞാൻ എന്താട്ടി ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ എഴുതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഉരുളയാക്കി എടുക്കുകയാണ് കേട്ടോ. ഉരുളയാക്കി വട്ടുപിടിച്ച് വെക്കുകയാണ് കേട്ടോ. ഒക്കെ വട്ടുപിടിച്ച് വെച്ചിട്ട് നമുക്ക് ഇനി പരത്തിയെടുക്കണം. അപ്പോൾ ഇതിന് നമ്മളെ ചായക്ക് വെച്ച വെള്ളമൊക്കെ തിളച്ചിക്കണേ. അപ്പോൾ നമുക്ക് അതിക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പഞ്ചാരിയും പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മളെ പൊറാട്ട പരിപാടി നോക്കാം. അപ്പോൾ ഏതായാലും ചായപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. നിങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും എന്തത്തെ ഈ പമ്പർ നോക്ക് പിരാന്താണ് വെറുതെ ചിരിച്ചാൻ. അത് നിങ്ങൾ കണ്ടോളി, ചിരിച്ചിട എന്തിനാന്നുള്ളത് വൈക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ കുറച്ച് ചായ ഞാൻ മുക്കിയൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ചൂടാറാനും വേണ്ടിയാണ്, മദ്രസക്ക് പോകുമ്പോഴത്തേന് ചായ കൊടുക്കണമല്ലോ. അപ്പം ചായ മൂടി വെച്ചാൽ കഴിഞ്ഞാൽ പിന്നെ ചൂടേക്കാരം. അപ്പോൾ ഒരിക്കൽ ഞാൻ കൊച്ചു പാത്രത്തിൽ പാർന്ന് വെച്ചിരിക്കണേ ചൂടാറാൻ. പിന്നെ ഞാനൊരു പാട്ടിയിൽ കൊടുത്തേക്കണം കേട്ടോ, ചൂടാറാൻ വെച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് ചപ്പാത്തി നമ്മളെ പൊറാട്ട പരത്തും ചെജ്ജ, ചായ കുടിച്ചും ചെജ്ജ. അപ്പോൾ അങ്ങനെ എന്താക്കണേ ഞാൻ പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ ഇതിനൊരു സുഖമല്ല. ഇപ്പം ഇന്ന് പരത്തിയിട്ടാണെങ്കിൽ നീങ്ങണമില്ല, എന്തൊക്കെയോ ഒരു ഇടങ്ങേറ്. ഈ നേരം വെളുക്കുമ്പോഴത്തെ കടി ഉണ്ടല്ലോ നന്നാകാഞ്ഞാൽ പിന്നത്തെ ആ ദിവസം തന്നെ പോക്കാം. ആയിമ്മ ഇങ്ങനെ നിന്നാ നേരം പോണത് കണക്കേക്കാറ്. ഏതായാലും ഞാൻ വെയ്ക്കും പോലെയൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പിന്നെ അരിപ്പൊടി എടുത്തുകൊണ്ട് പരത്തുമ്പോൾ നല്ല ഉസാറായിട്ട് കിട്ടും. ഇതിപ്പോൾ ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി എടുത്തുക്കണത്, അതുകൊണ്ടാണ് ഇപ്പോൾ അത് തിരിച്ചിട്ടൊന്നും തിരിയാത്തത്. ഏതായാലും ഞാൻ പിന്നെ ഇങ്ങനെ ശരിയായി തുടങ്ങിയില്ലേ, കണ്ടോ? ശരിയായി അങ്ങനെ പരത്തി കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി ഇതാക്കണേ നമുക്ക് ഇനി എന്താട്ടണം എന്നറിയോ, ഒരു കത്തി എടുക്കട്ടെ കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പൊറാട്ടയൊക്കെ ഇങ്ങനെ എതളായിട്ട് ഇങ്ങനെ വരണമല്ലോ, അതിനാണ് ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുത്തേക്കണത്. ഇങ്ങനെ വരിഞ്ഞ് കൊടുക്കണം കേട്ടോ നമുക്ക്, ഇങ്ങനെ വരിഞ്ഞ്. അപ്പോൾ എന്താ അറിയില്ല, പരത്തിയപ്പം കറങ്ങിയതുമില്ല, പരത്തി കഴിഞ്ഞപ്പം കറക്കം കൂടിയും ചെയ്ത് തരണല്ലേ. എന്ന മാതിരി നമ്മൾ മുറിച്ചുമ്പോൾ അതാകണം നമ്മളെ ചപ്പാത്തി ഇങ്ങനെ കറങ്ങണം. അങ്ങനെ നമ്മൾ ഒക്കെ അതേമാതിരി മുറിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കത് എന്താട്ടണം, ഒക്കെ പാടെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുക. എന്നിട്ട് നമുക്ക് നമ്മളെ പൊറാട്ടക്കൊക്കെ ഉണ്ടല്ലോ വട്ട് ചുറ്റണേ, അതേമാതിരിക്കൊന്ന് വട്ട് ചുറ്റിക്കാണ്ട് കൊടുത്തു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വട്ട് ചുറ്റിക്കണ്. ഇനി നമുക്ക് എന്താട്ടണം, അതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ.
അപ്പം ഇനി നമ്മൾ നല്ല ചൊറുക്കിനങ്ങോട്ട് ആക്കി വെച്ചിങ്ങനെ കേട്ടോ, നല്ല ഇതളായിട്ട് കിട്ടണ്ടേ. അപ്പം ഇതാക്കണേ നമ്മൾ പൊറാട്ട ഉണ്ടല്ലോ, നിങ്ങൾ ചപ്പാത്തി പൊറാട്ട സൂപ്പറായി വന്നിട്ടില്ലേ. അപ്പം ഞാൻ കരുതി എന്തിനാ, അപ്പം നിങ്ങളൊക്കെ കരുതുണ്ടാവും എന്തിനാ പുറത്ത് പോയി വെയ്ക്കാത്ത പണിക്ക് നിൽക്കണേന്നില്ലേ. അതിന് നമ്മളെന്താട്ടിന്നോ പൊറാട്ട പണി അയിമ നിർത്തി. ഇനി നമ്മൾ എന്താ കളിച്ചിട്ട് കാര്യമല്ല, നന്നാവില്ല ഒരട്ടം, പിന്നെ നേരം പോവുക എന്നല്ലാതെ. പിന്നെ നമ്മളെന്താട്ടി ചപ്പാത്തിയാണ് പരത്തിയെടുത്തിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടാവും. കാരണം എന്താണെന്നിപ്പോൾ നമുക്കറിയില്ല. ഞാനിങ്ങനെ പരത്തിയത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പരത്തിക്കാണ്ട് ഇങ്ങനെ കാട്ടി ഇങ്ങനെ ചൂടിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതിക്ക് എന്ത് വെള്ളം പാർന്ന ഒന്നും നമുക്കറിയില്ല. എന്താ ഗോതമ്പ് പൊടിയാണ് സംഭവം. ഏതായാലും അതങ്ങനെ പാളിയിക്കണ്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ പറയണില്ല ഒരു തെറ്റ് ആർക്കും പറ്റുന്നില്ലത്. ഇപ്പം നാളൊക്കെ കുറേ തെറ്റ് പറ്റിയതാണ്. ഇനിയിപ്പോൾ പറഞ്ഞങ്ങളറിയില്ലേ തെറ്റിപ്പോൾ കുറേ പറ്റി തുടങ്ങിയിരിക്കണമെന്നുള്ളത്. അങ്ങനെ ചപ്പാത്തിക്ക് എന്താ കൂട്ടാനെന്നറിയോ, നമ്മൾ ഇന്നലെ ഷവർമ ഇട്ടില്ലേനോ, അതിൻ്റെത് കുറച്ചുണ്ടായിനി. അപ്പം അതും കൂട്ടിയിട്ടാണ് ഇപ്പം ഇന്ന് ചപ്പാത്തി തിന്നണം കേട്ടോ. ഞാൻ ഇപ്പം ഇന്നലെ പറഞ്ഞിട്ടില്ലേ ഇനിയോ, നമ്മളെ കുടിയിലുണ്ടാക്കുകയാണെങ്കിൽ പള്ള നിറച്ചും പിറ്റിയൊന്നും തിന്നാൻ മാത്രം ഉണ്ടാവുന്നുള്ളത്. അങ്ങനെ ഇതാക്കണേ. മക്കൾക്ക് കുറച്ച് തക്കാളി സോസും അതേമാതിരി ആ ഷവർമേൻ്റെ ഇതും കൊടുത്തിക്കണം കേട്ടോ. ഇഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചോറ്റിനുള്ള വെള്ളം വെക്കാം. അങ്ങനെ നമ്മൾ ചോറ്റിനുള്ള വെള്ളം വെച്ചിക്കണം കേട്ടോ. ഇനി അതവിടെ കടന്ന് തിളക്കട്ടെ. ഞെട്ടി നമുക്ക് അരിയിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. നമ്മൾ പിരിച്ചിട്ടിക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കത്തിച്ചാൽ ചോറ് ഇപ്പം തന്നെ വെക്കണ്ടല്ലോ. പിന്നെ നമ്മൾ പാത്രം മോറാണ്. പിന്നെ പാത്രം മോറിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിച്ചു. ഇനി മക്കൾക്കൊക്കെ സ്കൂളുണ്ടല്ലോ, അപ്പോൾ സ്കൂൾക്ക് പറഞ്ഞേക്കണം. അപ്പം കൂട്ടാനാക്കണം. അപ്പോൾ നമ്മളെ ജീനു പറഞ്ഞ് എന്താ ഞാൻ കോളേജിൽ പോകണില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് കോളേജിൽ ഇപ്പോൾ തുറന്നിട്ടുള്ളൂ, തുറന്നപ്പോൾ തന്നെ ലീവാക്കുക അങ്ങനെ എങ്ങനെയായിരുന്നു. ഇങ്ങനെ ഞാൻ മയച്ചൽ തുടങ്ങിയിട്ടോ. അപ്പോൾ ഓൻ ആ ലാപ്ടോപ്പും കൊണ്ടാണ് അങ്ങനെ ഇരിക്കണണ്ടീന്. അത് കഴിഞ്ഞപ്പോൾ നമ്മളെ സാധനമുണ്ട് മദ്രസ് വിട്ടുകാണ്ട് ഇങ്ങനെ വരുന്നിട്ടോ. മച്ച് കാലെടുത്താൽ കാണാണ്. അതിൽ ഞാൻ പിന്നെയും തുടങ്ങിയിട്ടോ മയജൽ. ഇങ്ങൾക്ക് എല്ലാവർക്കും സ്കൂൾക്ക് പോകാൻ മടിയാണ്, കരുവും കള്ളത്തിയാൾ അങ്ങനത്തോല് ഇങ്ങനത്തോള് ഇഞ്ഞിട്ട് ഇറങ്ങേറാക്കാനാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം എന്താ സാനുട്ടനെ പറഞ്ഞ് ഇച്ച് വെജായിട്ട് ഞാൻ പറഞ്ഞു കരുവും കള്ളത്തിയാണ് ഇജ്, എനിക്ക് സ്കൂളിട്ട് വന്നാൽ എനിക്ക് കളിച്ചാനൊരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിന്നുകാണ്ട് ഞാൻ പറഞ്ഞു മരുന്ന് ഞാൻ തേച്ചിര കാലം വേറെ ആയിക്കോട്ടെ പറഞ്ഞു. അതിലേതായാലും അങ്ങനെ മഴ ചെയ്ത് കഴിഞ്ഞപ്പം സനുവിനോട് ഞാൻ പറഞ്ഞ് മരുന്ന് തേച്ചരം കൊണ്ട് കൊണ്ടുവരാം. അപ്പോൾ ഓൻ പറഞ്ഞു ഇഞ്ച വേദന മാറിയിരിക്കണ കാരണം. അങ്ങനെ ഓൻ സ്കൂളിൽ പോയി. അതിൻ്റെ ബാക്കിലുണ്ട് നമ്മളെ ജീനും ഉണ്ട്, വലിയവനുണ്ട്, എന്താ പേരും കുപ്പായൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അപ്പോൾ ഇജ്ജല്ല കോളേജിൽ പോകണില്ലായിരുന്നു. അപ്പോൾ ഓൻ പറയാം ഇനിയിപ്പോൾ വൈകുന്നേരം ആഗോളങ്ങൾ ഈ മയജൽ ഞാൻ അങ്ങനെ കേൾക്കണ്ടേ, ഞാനും പോവുകയാണ് പറഞ്ഞു. ഓനും പോയി. അങ്ങനെ സാനും പോയി, ജീനും പോയി. ഇനി മിന്നൂട്ടി ഉണ്ട് കേട്ടോ പോകാൻ. അപ്പോൾ അങ്ങനെ മിന്നൂട്ടിക്ക് പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ, ഓള് പോകും സ്കൂൾക്ക്. ഓൾക്ക് അങ്ങനത്തെ മടിയേ ഇല്ല പോകാൻ. അപ്പോൾ ഞാൻ പറയും അഞ്ചുവിനെ കണ്ട് പഠിച്ചോളി എന്നൊക്കെ പറയും. അപ്പം സനുവിന് പറ്റൂല കേട്ടോ പറയുമ്പോൾ. ഇവൾക്ക് ഒരു മടിയില്ല കേട്ടോ പോകാൻ. അങ്ങനെ ഞാൻ എന്താ അവർക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ ഓളെ. അപ്പോൾ ഇതിന് ഓളെ ചങ്ങാഴ്ച എളുപ്പം വരും. അങ്ങനെ ഓൾക്ക് പൗഡർ ഇട്ട് കൊടുത്ത് ഒക്കെ ഇട്ടോ. പിന്നെ കൺമഷി ഐലൈനറൊന്നും മൂപ്പത്തിയേർക്ക് ഇഷ്ടമല്ല കേട്ടോ. ഐലൈനർ ഇട്ടാൽ കാണാം മൂപ്പത്തിയേരെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ ഞാൻ താഴത്ത് കൂടെ നല്ല മോൾ കൂടെയാണ് ഇട്ട് കൊടുക്കുക. എന്നാലും ഓളെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കലില്ല കേട്ടോ. അത് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ആകെ അങ്ങോട്ട് പരക്കും, അതുകൊണ്ട് ഇടില്ല. അപ്പോൾ ഞാൻ അവർക്ക് കൂട്ടാനാക്കിയത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റല്ല, ബീട്രൂട്ട് ഉപ്പിലിട്ട് ചീനിയാണ് ഇട്ടത്. അങ്ങനത്തെ ആകുമ്പോൾ ഭയങ്കര തിരുപ്പതിയാണ് അവർക്ക്. ബീട്രൂട്ട്, ക്യാരറ്റ്, കറുത്ത അങ്ങനത്തെ ഒക്കെ ഉപ്പിലിട്ടാൽ ഭയങ്കര തിരുപ്പതിയാണ്. അങ്ങനെ അതൊക്കെ കൊടുത്ത് അവർക്ക് അങ്ങനെ സ്കൂൾക്ക് പോയി. ഇനിയിപ്പോൾ നമ്മൾ ഒറ്റക്കായി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാക്കണേ ചോറ്റിനില്ലേ വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളതിന് കമൻറ്റിൽ ചോദിച്ചിനി ഈ നാവൂരി എന്താണെന്നുള്ളത്. ഇതിപ്പോൾ എത്രയായി? നായി. ഇപ്പം എന്തായി? ഇരുന്നായി ആയില്ലേ. ഇനി അതിൽ കുറച്ചും കൂടി, അപ്പം ഇരുന്നാവൂരി. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ നായും കുറച്ചും നാവൂരി, 2 നായും കുറച്ചും ഇരുന്നാവൂരി, 3 നായും കുറച്ചും മുന്നാവൂരി, പിന്നെ 4 നായും കുറച്ചും. അപ്പോൾ നമ്മൾ പറയാം 4 നായും കുറച്ചും പറയും, 5 നായും കുറച്ചെന്ന് പറയും. അങ്ങനെയാണ്. അപ്പോൾ അതും തന്നെ കമൻറ്റ് പറഞ്ഞിന് കേട്ടോ. ഒരു നായി ഉരി എന്താണ് ഞാൻ ചോദിച്ചിനി. അപ്പോൾ ഇതാണ് മക്കളെ നാവൂരി, ഇരുന്നാവൂരി, മുന്നാവൂരിയൊക്കെ കേട്ടോ. അങ്ങനെ
അരിയൊക്കെ കഴുകി നമ്മൾ ചോറ്റ് താറ്റി കഴുകി നമ്മൾ ഇട്ടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ എന്താ ഇനി അത് അവിടെ കടന്ന് തിളച്ച് വേകട്ടെ. ഇനി നമുക്ക് കുറച്ച് വെള്ളം മുക്കണം, അല്ലെങ്കിൽ ഒക്കെ തിളച്ച് ഇതായിട്ട് അടുപ്പിക്ക് ചിന്തും. അടുപ്പിക്ക് ചിന്തിയാൽ തിജ്ജ് കെടും. തിജ്ജ് കെട്ടാൽ പിന്നെ ഊതി കത്തിച്ചേണ്ടി വരും. ഊതി കത്തിച്ചുമ്പോൾ അതിന് കത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് പിരാന്ത് പിടിച്ചും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലും ഭേദം എന്താ, കുറച്ച് വെള്ളമാണ് മുക്കി വെച്ചാൽ പിന്നെ വേണ്ടി വരുമ്പോൾ നമുക്കത് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ വെള്ളം മുക്കി അരച്ചു. തിജ്ജ് കെട്ടീനി അതൊന്ന് ഊതി കത്തിച്ചിരിക്കണം. പക്ഷേങ്കിൽ വെള്ളം ചിന്തികാണ് കത്താൻ ഭയങ്കര മടിയാണ്. പിന്നെ നമ്മൾ ഇന്ന് എന്താണെന്നറിയോ ഉണ്ടാക്കുന്നത്, അവിയലാണ് കേട്ടോ. അപ്പോൾ കുറേ ഒരു സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങളുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കാം. പിന്നെ ഇപ്പോൾ അവിയലിന് തന്നെയാളെ കുറേ സാധനമൊന്നും വേണ്ട, അതിൻ്റെ ഒരു ചൂരും മണമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് അവിയൽ തന്നെയാണ്. ഒരവിയലിൻ്റെ ഒരു ചോയൊക്കെ ഉണ്ടെച്ചെങ്കിൽ അത് അവിയൽ തന്നെ. അതേമാതിരി തന്നെ സാമ്പാറിന് കുറേ കഷ്ണങ്ങളൊന്നും വേണ്ട. സാമ്പാറിൻ്റെ മണം ഉണ്ടെങ്കിൽ സാമ്പാർ തന്നെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുറേ കഷ്ണങ്ങളൊന്നും വേണ്ട. അത് എഴുതിക്കാണ്ട് കഷ്ണങ്ങളില്ലാതിക്കാണ്ട് ഒരു രസമില്ലായി ഉണ്ടാവില്ല, നല്ല ചാതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുരിങ്ങാക്കായൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങാക്കായ ഉണ്ടെങ്കിൽ എന്തായി, അവിയൽ തന്നെ ആയില്ലേ. പിന്നെ ഞാൻ കേങ്ങ് എടുത്തുക്കണേ. ഈ കേങ്ങ് ഞാൻ നടുക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ കേങ്ങ് പെട്ടെന്ന് ഉടഞ്ഞു പോകും. അതിനാണ് കുറച്ച് കട്ട് ചെയ്ത് തന്നെ ഞാൻ അരിഞ്ഞുണ്ടാക്കണുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒക്കെ അതേമാതിരി അരിഞ്ഞു. പിന്നെ നമുക്ക് ഒരു കറുവത്തി എടുത്തുക്കണം കേട്ടോ. ഇനി ആ കറുവത്തിയും തന്നെ ഇതേമാതിരി നീളത്തിൽ അരിഞ്ഞിക്കണം. അങ്ങനെ അതൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് ചോറാണ്ട് ഊറ്റിയിട്ടുണ്ടല്ലോ, ആ അടുപ്പത്താണ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ബേജാറ് കൂട്ടണത്. അങ്ങനെ കുറച്ചുകൂടി ചെറുതാക്കി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ നമ്മളെ കറുത്ത. അപ്പോൾ അതൊക്കെ നമ്മൾ ചെത്തിക്കഴിഞ്ഞിക്കണ്. ഇനി നമുക്ക് നമ്മളെ ചോറൊന്ന് പോയി നോക്കാം വെന്തിക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മളെ ചോറ് വെന്തീനി കേട്ടോ. അപ്പോൾ ഞാനതുണ്ട് ഊറ്റി വെക്കാണ്. അപ്പോൾ ആ തിജ്ജ് കത്തുന്നുണ്ട്. ഇനി നമുക്ക് എന്താട്ടണം, ആ അടുപ്പത്ത് നമുക്ക് അവിയൽ വെക്കാം. അപ്പോൾ ചെമ്പട്ടിയൊക്കെ ചൂടായിക്കണം കേട്ടോ. ഇനി നമ്മളെ പൊട്ടിയ ചെമ്പട്ടി കണ്ടില്ല എന്ന് പറയണ്ട, അത് എഴുതിക്കാണ്ട് ഞാനും വിഷമിച്ചും വേണ്ട ആക്കണേ നമ്മളെ ചെമ്പട്ടി. അപ്പോൾ ഇതാക്കണ് ഞാൻ കേങ്ങും ഒക്കെ ഇട്ടുകാണ്ട് ഇതാക്കിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്തേക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കരിവേപ്പിൻ്റെ ഇലയും ഉപ്പും പിന്നെ പച്ചമുളകും ചീന്തിയിട്ടിക്കണം കേട്ടോ. ഇനി ഒന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതവിടെ കടന്നുകാണ്ട് വേകട്ടെ. അപ്പം ഞാനിതിക്ക് തൈരൊന്നല്ല കേട്ടോ പാരുന്നത്, കുറച്ച് പുളി പിഞ്ഞ് കണ്ടാൽ പാരുന്നത്. അപ്പം നിങ്ങൾ കരുതുന്നു പുളി പറന്ന് വെച്ചാൽ രസം ഉണ്ടാവുമോയെന്ന്. നല്ല രസമുണ്ട്, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങളൊന്ന് വെച്ച് നോക്കണ്ടി. തൈരില്ലാതി കണ്ട് ആരും വെക്കാതെ കണ്ട കുറച്ച് പുളി വീഞ്ഞാണ്ട് ഒഴിച്ചാൽ മതി ഇനിയാളെ. അങ്ങനെ ഞാൻ പുളി വീഞ്ഞു. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇത് മണ്ണും ചട്ടി ആയതുകൊണ്ട് കുറച്ച് അടി പിടിച്ചോ എന്നൊരു സംശയമുണ്ട്. അപ്പം ഞാനൊരു തുള്ളി വെള്ളം കൂടി പറഞ്ഞു കൊടുത്തുക്കണം കേട്ടോ. ഞാനതിൽ ഇങ്ങനെ തോന്നി കേങ്ങ് ഇങ്ങനെ അടിക്ക് പിടിച്ചണ മാതിരി. അപ്പം ഞാനൊരു തുള്ളി വെള്ളവും പറഞ്ഞിരിക്കണേ. ഇനി നമുക്ക് എന്താട്ടെ അതവിടെ കടന്ന് വേകട്ടെ. ചോറ് അങ്ങനെ ഊറ്റണുണ്ട്. പിന്നെ അങ്ങനെ നമ്മളെ ചോറ് ഊറ്റലൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് സോയാബീൻ ഉണ്ട്, അത് വയ്ക്കണം കേട്ടോ. അപ്പം ഇനി സോയാബീൻ നല്ലോണം ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ വെള്ളത്തിലിടുക കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, പിഴിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്ക് ആ സോയാബീൻ വെക്കാൻ കുറച്ച് ഒരു വല്യുള്ളിയും ഒരു ചെറിയൊരു കണ്ട ഇഞ്ചിയും ഒരു 3-4 പോണ വെളുത്തുള്ളിയും പാടായി കിട്ടണം കേട്ടോ. എന്നിട്ട് അതും പാടായി കിട്ടുകയാണ് ചോപ്പ് ചെയ്തിക്കണത്. ഇനി നമുക്ക് നമ്മൾ അവിയൽ എന്തായിക്കണമെന്ന് നോക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വന്നിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്താട്ടണം, അതിക്ക് കുറച്ച് തേങ്ങ ഉണ്ടല്ലോ അതൊന്ന് ചിരണ്ടിക്കണ്. അപ്പോൾ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടാണ്. പിന്നെ ഇപ്പോൾ പച്ചമുളക് ഇട്ടപ്പോൾ കുറച്ച് എരിവ് കുറവില്ല മാതിരി തോന്നിയിട്ട് അപ്പോൾ ഞാനൊരു തുള്ളി മുളകും പൊടി വാട ഇട്ട് കൊടുത്തിന് കേട്ടോ. അത് അതിൻ്റെ മുന്നേ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നാണ് കേട്ടോ ഇയാളെ. അപ്പോൾ കുറച്ച് അതാണിപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു കളർ കേട്ടോ. കുറച്ച് മുളകും പൊടി ഇട്ടുകൊണ്ട് കുറച്ച് എരിവുണ്ടായിനി, പച്ചമുളക് എരിവില്ലാത്തതുകൊണ്ട് അങ്ങനെ കാട്ടിയതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മളെ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. അങ്ങനെ നമ്മൾ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കണുണ്ട് കേട്ടോ. ആദ്യം നമ്മളൊന്ന് ഇങ്ങനെയാണ് തുടക്കും, അതൊക്കെ തട്ടിക്കളഞ്ഞിട്ട് പിന്നെ നനച്ചിക്കാണ്ടൊന്നും തുടക്കലാണ് കേട്ടോ. അപ്പം അങ്ങനെ നനച്ച് തുടച്ചിക്കണ്. ഇനി അവിയൽ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കണ്ടില്ലേ, സൂപ്പറായിക്കണ്.
ഇനി നമുക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പാടെ പറന്ന് കൊടുത്താണ്ടല്ലോ നമ്മൾ അവിയൽ സെറ്റായി. അപ്പോൾ നമ്മൾ മൂടിയിൽ കുറച്ചെടുത്ത് കാണും പറന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു തുള്ളി കുറവില്ല മാതിരി തോന്നി. അപ്പോൾ ഒരു തുള്ളിയും കൂടി അവിടെ ഉറ്റിച്ച് കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയും പറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് നമ്മളെ അവിയലുണ്ട് മാങ്ങിയാണ് വെക്കട്ടെ. ഇനി ഒന്നുമില്ല, അടിപൊളിയായിട്ടില്ല, സൂപ്പറായിട്ടില്ല, നമ്മൾ അവിയൽ റെഡിയാണ്. അപ്പോൾ പുളിവെള്ളം പറഞ്ഞ് എഴുതിക്കാണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണേ ചട്ടിയും വെച്ചേക്കണം കേട്ടോ. പിന്നെ നമ്മളെ സോയാബീൻ വെക്കാൻ. അപ്പോൾ നമ്മളെ സോയാബീൻ ഉണ്ടല്ലോ ഞാൻ മുളകും മഞ്ഞളും ഉപ്പും കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നല്ലോണം ഒന്ന് കജ്ജോണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നാൾ ഇങ്ങനെ പൊരിച്ചാതെ വെച്ചിട്ട് മക്കൾക്കൊന്നും വലിയ തീർപ്പതി ആയില്ല. അപ്പം ഇന്ന് ഞാൻ എന്താട്ടി ഒന്നും ഇങ്ങോട്ട് എണ്ണയിലിട്ട് കാണ്ട് ഒന്ന് കോരിയെടുത്ത് കാണ്ട് ഞാണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം നമ്മൾ മക്കൾക്കും മണ്ടില്ല ഉണ്ടാക്കണത്, ഓല് തിന്നാൽ നമുക്ക് വല്ലാത്തൊരു പൊറുതിയേടല്ലേ. ഇതാണെങ്കിൽ വല്ലാത്ത ഇഷ്ടമാണ്, പക്ഷേ എങ്കിൽ വെപ്പ് ശരിയാകാൻ ഞാൻ ഓലിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്താട്ടി അതൊക്കെ പൊരിച്ച് കോരിക്കണം കേട്ടോ. അധികമൊന്നും ഇതാക്കിയിട്ടില്ല. പിന്നെ അതിൽ കുറച്ച് പൊരിച്ചിയിൽ കുറച്ചൊരു ഓയിൽ ബാക്കിയിട്ട് അതിൽ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ നമ്മളെ ആ വല്ലുള്ളിയും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, വെളുത്തുള്ളിയൊക്കെ ചതച്ചത് അതൊക്കെ അതിൽ ഇട്ട് കൊടുത്തിക്കാണ്ട് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താട്ടണം, അതിക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ തക്കാളിയും ഒന്ന് വാടി വരട്ടോ. എന്നിട്ട് നമ്മൾ പൊടി ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ കടന്ന് വേഗട്ടെ, നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നാൽ നമ്മളെ തക്കാളി പെട്ടെന്ന് വെന്തോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ തക്കാളി വേകാൻ വേണ്ടി മൂടി വെച്ചിനി മൂടിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ തക്കാളിയൊക്കെ വെന്തിക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താട്ടോ വേഗാത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുത്താൽ മതി, അപ്പോൾ സാറായിക്കോളും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ എന്താട്ടി കുറച്ച് ഇറച്ചി മസാലയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മുളകും പൊടിയും വേറെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, കാരണം നമ്മൾ ഇത് പൊരിച്ചപ്പോൾ നമ്മൾ ഇട്ടുക്കണമല്ലോ. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ഒരു കുത്തലേക്കാരം മഞ്ഞൾപ്പൊടിൻ്റെ. അപ്പോൾ പിന്നെ ഞാൻ മുളകും പൊടി കുറച്ച് ഇറച്ചി മസാലയാണ് ഇട്ട് കൊടുത്തത്. ഇതിൻ്റെ ഒരു ചാതി എന്തേന്നറിയാം, മക്കൾക്കൊക്കെ നല്ല തീർപ്പതി ആയിക്കണം കേട്ടോ. അത് ഉസാറായിക്കണായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇറച്ചി വരട്ടിയ മാതിരി ആക്കിക്കണമല്ലോ, വെള്ളമൊന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി. അപ്പോൾ ഓൽക്കൊക്കെ നല്ല കൊസി വേണം, എന്നെങ്കിൽ തിന്നുള്ളൂ, അല്ലെങ്കിൽ പറ്റൂല. ഞാൻ പറയും നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ കൊസിയിൽ ഉണ്ടാക്കാൻ നിന്നാൽ ശരിയാവില്ല അറിയും. അങ്ങനെ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയും കൂടി ഉണ്ടായിനി, അതും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നമ്മളെ ഇറച്ചിയൊക്കെ ഉണ്ടല്ലോ മാറിയാണ് നിൽക്കും, അത്രക്കും രസം ഉണ്ടായിനി. അങ്ങനെ നമ്മൾ ഒക്കെ ഇളക്കി കൊടുത്ത് ഇതാക്കിക്കണം. ഞാൻ ഒന്ന് മൂടി വെച്ച് കണ്ട് നമുക്ക് വെക്കാം. ആ മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ടല്ലേ ഇപ്പോൾ കണ്ടില്ലേ, എന്താ അതിൻ്റെ ഒരു വാസന അറിയങ്ങൾക്ക്, അടിപൊളി മണമാണ്. ഇറച്ചി എങ്ങനെ അതേമാതിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയണേനെ ഈ കരഞ്ച് പറയണ്ടെന്നൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് കരുതുണ്ടാവും. എന്നാലും ഇപ്പോൾ നമ്മൾക്കിപ്പോൾ പറയാതെക്കാൻ പറ്റല്ലോ. അങ്ങനെ നമ്മൾ ഇതാക്കണേ അത് മാങ്ങി വെച്ചു. അങ്ങനെ ഇന്ന് ചാറൊന്നുമില്ല കേട്ടെന്ന്, ഇന്ന് ഇത് തന്നെയാണ്. എത്തിനാണ് ചാറ്. ഇങ്ങനത്തെ കൂട്ടാനുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതും കൂട്ടാണ് കുഴച്ചാണ് തിന്നാൽ എന്ത് രസമാണെന്നറിയാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുക കേട്ടോ. അപ്പം ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ നാളെ വരണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് തിരുപ്പതി അയക്കണമെന്നൊന്നും ഇപ്പോൾ നമുക്ക് കുടിയാടില്ല. തിരുപ്പതി ആയിട്ടുണ്ട് വെച്ചെങ്കിൽ ഇഷ്ടപ്പെട്ടുകണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ വീഡിയോ കുടുംബക്കാരൊക്കെ അല്ലേ ഓർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാ അള്ളാ.